വസ്ത്രം, ആണിന്റെ വസ്ത്രം പെണ്ണ് ധരിക്കുന്നതും പെണ്ണിന്റെ വസ്ത്രം ആണ് ധരിക്കുന്നതും നിരുത്സാഹപ്പെടുത്തണം. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയിമത്ത് ഇതൊക്കെ എഴുതി വെക്കുന്നത്. ഇതെന്താണ് കോലം? ചെറുപ്പത്തിലേ നിരുത്സാഹപ്പെടുത്തണം. വലുതായിക്കൊണ്ടിരിക്കുന്ന കുട്ടി ഷോൾഡർ ഇല്ലാത്ത ടോപ്പ് ഡ്രസ് ഇട്ടിട്ടാ വന്നേക്കുന്നത്. ഇതെന്താ ഹാജിയാരെ? ചെറുതല്ലേ? നീ ചെറുതന്നല്ലേ വലുതാര്? ഈ കുട്ടിക്ക് ഇത് മറക്കണ്ടാണ് ഇങ്ങനെ അറിയാതെ മനസ്സിൽ ഇങ്ങനെ വരും. അത് പറ്റൂല. ഗസാലി ഇമാം അവിടെ പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ തന്നെ ലജ്ജ എന്ന സ്വഭാവം പ്രോത്സാഹിപ്പിക്കണം കുട്ടികളിൽ. ഫാത്തിമ എന്താ പാപ്പ, ഇതാ നിന്നെ പഠിപ്പിച്ച സാറ് ഉസ്താദ് വന്നിട്ടാ. അത് പണ്ട് 5ാം ക്ലാസ്സിലാ, ഇപ്പോൾ +2-ലെത്തി. ഇപ്പൊ അവളെ പുറത്തെടുക്കാനൊന്നും പറ്റൂല. അത് പണ്ട് 5ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. അത് വെറും നാണാ ഉസ്താദ്, ആരും വെക്കൂല. അങ്ങനെയല്ല പറയേണ്ടത്. എന്റെ മോള് ചെറുപ്പത്തിലെ ഹയാ ഉള്ള മോളാ ഉസ്താദേ, ആരും വെക്കൂല സാറേ. അങ്ങനെയാണ്. ലജ്ജ കുട്ടികളിൽ ഉണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യണം. അൽഹംദുലില്ലാ. ഇനി അതിന്റെ ഓപ്പോസിറ്റ് കുട്ടികളിൽ കണ്ടാൽ, അങ്ങനെ ചില കുട്ടികളിൽ ഉണ്ടാവും. ഉദാഹരണത്തിന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മോന് ബാത്റൂം ഒന്ന് കുളിച്ചിട്ട് തോർത്തൊടുക്കാതെ മുണ്ടെടുക്കാതെ ഇങ്ങനെ പോകും. കിച്ചന്റെ ബാത്റൂം എന്നാണ് മുമ്പിൽ കുളിച്ചത്. അങ്ങനെ കിച്ചൺ, സെൻട്രൽ ഹാൾ, ഡൈനിങ് ഹാൾ, ബെഡ്റൂം, വാഹനജാഥയിൽ ഓരോ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി 6 റൂം ഇങ്ങനെ യാത്ര ചെയ്യുന്ന ചില പിള്ളേരുണ്ടാവും. ഇങ്ങോട്ട് പോടാ, ഡ്രസ്സ് കിട്ടി. എന്താണ് നാണം വേണ്ടി? അവറത്ത് തുറന്നിട്ട് ഇങ്ങനെ നടക്കല്? അവറത്ത് തുറന്നിട്ട് നടക്കുന്ന ആളെ ഭൂമി ശപിക്കും.